ആഴ്ചയുടെ തലയാഴ്ചയിലെ ബുധനാഴ്ച ദിവസം, അതായത് മാർച്ച് 25, ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളാണല്ലോ ആ ദിവസം. ആ ദിവസം ദൈവശാസ്ത്രപരമായും ആരാധനാപരമായും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, അവൾ ദൈവജനനിയാണ്, ദൈവത്തെ പ്രസവിച്ചവളാണ്. രണ്ടാമത്, അവൾ നിത്യകന്യകയാണ്, പ്രസവത്തിന് മുമ്പും പിമ്പും കന്യകയായി തന്നെ സ്ഥിതി ചെയ്യും. മൂന്നാമത്, ആർക്കിഹഗിയോസ് എന്ന വാക്കാണ് നാം ഉപയോഗിക്കുന്നത്. സകല വിശുദ്ധന്മാരെക്കാളും ഉപരിയായി സ്ഥിതി ചെയ്ത വിശുദ്ധന്മാരിൽ വിശുദ്ധ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത് ഒരു സന്ദേശമാണ്. ദൈവമാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ ദൈവേഷ്ടത്തിന് മാധ്യമവും, ദൈവേഷ്ടത്തിന് കർമ്മിയും, ദൈവേഷ്ടത്തിന് പരികർമ്മിയുമായി തീർന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു താണിറങ്ങി വന്ന് മനുഷ്യനായി ഈ മനുഷ്യനെ പാപത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് ആ ദൈവേഷ്ടത്തിന് തന്നെ സമർപ്പിച്ചു. ഇതാണ് ദൈവേഷ്ടത്തിന് മാധ്യമമായി അവൾ തീർന്നു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദൈവേഷ്ടത്തിൻ്റെ കർമ്മിയായി അവൾ തീർന്നു. ദൈവേഷ്ടം തൻ്റെ ജീവിതത്തിലൂടെ കർമ്മമായി ഏറ്റെടുത്തു. മൂന്നാമതായി, ദൈവേഷ്ടത്തിൻ്റെ പരികർമ്മിയായി, ആചാര്യനായി അവൾ തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ മാതാവിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇതാണ്: ദൈവേഷ്ടത്തിന് മാധ്യമങ്ങളും, ദൈവേഷ്ടത്തിന് കർമ്മികളും, ദൈവേഷ്ടത്തിന് പരികർമ്മികളുമായി ആചാര്യന്മാരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിറഞ്ഞ സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവമാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും കാവലും കോട്ടയുമായി തീരട്ടെ. കൊല്ലം ഭദ്രാസന മെത്രാപ്പോലീത്ത ക്രിസ്തുവേശുവിൽ ബലഹീനായ ഡോക്ടർ ജോസഫ് മാർ ദീവന്നാസ്യോസ്